രാവിലെ തന്നെ അമ്മേൻ്റെ ഒടൊപ്പം അമ്പലത്തിൽ വന്നാണ്. അമ്മയാണെങ്കിൽ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാനാണെങ്കിൽ കുളിയും പല്ലേപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് തന്നെ അമ്പലത്തിൽ കയറാൻ നിന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റ് ചെയ്തതിന് ശേഷം അമ്മ കുറച്ച് പായസമൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അമ്പലത്തിലെ പായസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കാൻ നോക്കിയാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടൂല. അതെന്താണെന്ന് എനിക്ക് ഇത്രയായിട്ടും മനസ്സിലായിട്ടില്ല. അവസാനം നമുക്കും കിട്ടിയിട്ടുണ്ട് പായസം. ഇത് കഴിക്കേണ്ട ഒരു രീതി തന്നെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ നക്കി കഴിക്കുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗൈസ്. അവസാനം എല്ലാം കഴിഞ്ഞ് നേരെ മാമൻ്റെ വാർപ്പ് പണിയുണ്ടേനും അവിടത്തേക്ക് വിട്ട്. പണിയൊന്നും എടുക്കൂലെങ്കിലും വെറുതെ ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. അവിടുന്ന് ഇവിടുന്നെല്ലാം കേട്ട് ഹിന്ദി വെച്ച് ഞാനും അലക്കി ജൽദി കരോ ബായിന്ന്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് വെറുതെ അവിടെ നിന്ന് പൂയെല്ലാം കോരി നോക്കിക്കുകയാണ്. ചറ സ്പീഡ് പണിയാണ്. നമ്മളൊക്കെ എടുക്കുവാണെങ്കിൽ ഇത് 3 ദിവസം എടുക്കേണ്ട പണിയുണ്ട്. നമ്മളെന്നല്ല ഞാനെടുക്കേണ്ട പണിയാണ് പറഞ്ഞത്. അങ്ങനെ അതും ഇതെല്ലാം പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ നല്ല ദാഹം കണ്ടൊരു ഷോപ്പിലേക്ക് കയറിയിട്ട് നല്ല പേരിൽ സുന്ദരനാവരുത്താൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. മൊജിറ്റോയാ അങ്ങനെ എന്തോ പറഞ്ഞ സാധനം. അങ്ങനെ അതും വായി കുടിച്ച് ഒരു സമൂസയും കഴിച്ച് നേരെ ബീച്ചിലേക്ക് വിട്ട്. ബീച്ചിലാണെങ്കിൽ ഒരുത്തനിങ്ങനെ പറന്ന് കളിക്കുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞൂടാ. ആകാശത്തോട് തന്നെ ചെറപറ പറക്കുന്നുണ്ട്. കണ്ടപ്പോൾ എനക്കും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനൊന്ന് കയറിക്കോട്ടെ എന്ന് ചോദിക്കാൻ ഇവനിങ്ങ് താഴെറങ്ങിയിട്ട് വേണ്ടേ. എപ്പം നോക്കിയാലും കൊമ്പത്താ. കുറേ കൂകി വിളിച്ചെങ്കിലും ഓനൊന്നും കേൾക്കുന്നില്ല. ബീച്ചിൽ കല്ലില്ലാത്ത ഓൻ്റെ ഭാഗ്യം. ഒരു പക്ഷീനെ പോലെ ഓനിങ്ങനെ പറന്ന് നടക്കുക.